കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലിയുടെ ആദ്യ ദിവസം ഓഫീസിലേക്കുള്ള യാത്രയിലാണ് സുധീഷും നിധിയും. ജോലിയെ കിട്ടിയ കാര്യം വീട്ടിൽ അറിയിക്കായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്തിന് എന്ന് നിധി ചോദിക്കുമ്പോൾ, അല്ല അതൊക്കെയല്ലേ മനസ്സിനൊരു സന്തോഷം എന്നവൻ പറയുമ്പോൾ, ജോലിയുടെ ആദ്യ ദിവസം അത് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവരോട് പകരം വീട്ടുന്നതിനേക്കാൾ കിട്ടാൻ സഹായിച്ചവരോട് നന്ദി പറയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് സുധീഷിനോട് അവൾ താങ്ക്സ് പറയുന്നുണ്ട്. അല്ലെങ്കിലും ഈ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വേറെ ആളുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ കൂടി ഞാൻ അവരെ പുഷ് ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലെത്തിക്കും. ആക്ച്വലി ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയാലൊന്നുകൂടി ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ, ഓടിക്കുന്നത് പോരെ അതിന്റെ കൂടെ തള്ളും കൂടി വേണോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതി പിടിച്ച് കയറിക്കോളും എന്ന് നിധി പറയുമ്പോൾ, അത് വേറൊന്നല്ല കേട്ടോ. ഈ കാലത്ത് നമ്മളെ പറ്റി നമ്മൾ തന്നെ തള്ളിയില്ലെങ്കിൽ വേറൊരു പട്ടിക്കുഞ്ഞു പോലും നമ്മളെ പറ്റി പറയാൻ വരില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോൾ അതിന് ചമ്മലൊന്നുമില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ആദ്യത്തിൽ ചമ്മലൊക്കെ ഉണ്ടാവും, എന്നാലും പിന്നെ അത് ശീലായിക്കോളും. അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പറ്റി നമ്മൾ തന്നെ ഇങ്ങനെ പൊക്കിയടിച്ച് വെച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ പിന്നെ നാട്ടുകാരും അത് സത്യമാണെന്ന് വിശ്വസിക്കും എന്നവൻ പറയുന്നത് കേട്ട് നിധിയും കൈകൂപ്പിക്കൊണ്ട് ശരി മനസ്സിലായി വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. വേറൊരു കാര്യം പറഞ്ഞോട്ടെ, അല്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പക്വതയും കഴിവൊക്കെ എനിക്കുള്ളത് കൊണ്ടാണ് കേട്ടോ എന്നവൻ പറയുമ്പോൾ, എന്താ പറഞ്ഞോളൂ എന്നവളും പറയുന്നുണ്ട്. ആദ്യമായിട്ട് ജോലിക്ക് പോവല്ലേ, അവിടെ പരിചയമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. 4 പേരുണ്ടെങ്കിലും 4 പേർക്കും 4 സ്വഭാവമായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറണം. ആരുടെയും അപ്രീതി പിടിച്ചു പറ്റാതെ നോക്കണം കേട്ടോ എന്നവൻ പറയുമ്പോൾ, ശരി ഓക്കെ ബൂമറങ്ങളെ എന്നവളും പറയുന്നുണ്ട്. ബൂമറങ്ങളോ അതെന്താ എന്നവൻ ചോദിക്കുമ്പോൾ, അതെ അല്ലാതെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഉപദേശിക്കാൻ വരുമോ എന്നവളും പറയുന്നുണ്ട്. നീ എന്തു പറഞ്ഞാലും കുരുക്കാണല്ലോടാ സുധീഷേ എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. എന്താ സൈലൻസ് എന്നവൾ ചോദിക്കുമ്പോൾ, എന്തെങ്കിലും പറഞ്ഞാൽ തള്ളേ ബൂമറങ്ങള്, എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും ഹേർട്ടായിക്കൊണ്ടിരിക്കുന്നേ എന്നവൻ പറയുമ്പോൾ, ഓഹോ എന്നവളും പറയുന്നുണ്ട്. അത് ഞാൻ സംസാരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കും, എന്നാലും സംസാരിക്കാതിരിക്കണോ എന്നവളും ചോദിക്കുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും സൈഡ് നോക്കി ഒരിടത്ത് വണ്ടി നിർത്തുന്നുണ്ട്. എന്താ എന്നവൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ, സത്യം പറഞ്ഞാലേ എനിക്കൊരു കാര്യം തരാനുണ്ട്, ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു തന്നോ, പക്ഷേ ഇമാതിരി ഡയലോഗുകളൊന്നും പറയരുത് എന്നവൻ പറയുമ്പോൾ, സുധീഷിന്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയില്ല, അനാവശ്യമായി വളഞ്ഞു പറയും എന്നവൾ പറയുമ്പോൾ, സുധീഷും അല്പം സംശയത്തോടെ കാറിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് എടുക്കുന്നുണ്ട്. അത് കണ്ട് എന്താ ഇത് എന്നവൾ ചോദിക്കുമ്പോൾ, 2 ഉണ്ടമ്പരിയും 1 സുഖിയനും. എന്റെ പൊന്നു നിധി, ഇത് കണ്ടിട്ടറിയില്ലേ, ജോലി കിട്ടിയിട്ട് ആദ്യ ദിവസമല്ലേ, എന്നാൽ കഴിയുന്ന പോലെ ചെറിയൊരു സമ്മാനം എന്നവൻ പറഞ്ഞ് അതവൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളും അത് വാങ്ങിക്കൊണ്ട് ചിരിയോടെ അതൊന്ന് കുലുക്കി നോക്കുന്നുണ്ട്. എന്താ ഇത് എന്നവൾ ചോദിക്കുമ്പോൾ, അഴിച്ചു നോക്ക് എന്നവനും പറയുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ ആ സമ്മാനം അഴിച്ചു നോക്കാണ്. എന്റെ ഈശ്വര, ഇനി ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് അത് തിരിച്ചു തരുമോ, അഥവാ തന്നാൽ അത് തിരിച്ചു കൊടുത്ത് കാശിങ് മേടിക്കാം, അത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നൊക്കെ സുധീഷ് മനസ്സിൽ പറയുമ്പോഴേക്കും നിധി ആ ഗിഫ്റ്റ് ബോക്സും തുറന്നു നോക്കുന്നുണ്ട്. ആഹാ ഇത് കൊള്ളാലോ എന്നവൾ പറയുമ്പോൾ, ഇഷ്ടായോ എന്നവനും ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇഷ്ടായി എന്നവൾ പറയുമ്പോൾ, ഹാവു സമാധാനായി, കണ്ട ഉടനെ എന്തിനാ ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ എന്നും പറഞ്ഞ് വലിച്ചെറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നവൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിയോ എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല എപ്പോഴാ എങ്ങനെയാ പെരുമാറാന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നവൻ പറയുമ്പോൾ, എന്നാ ഇപ്പൊ തന്നെ കെട്ടിയേക്കാം എന്നും പറഞ്ഞ് അവൾ തന്റെ കയ്യിലെ വാച്ച് അഴിച്ച് സുധീഷ് കൊടുത്ത വാച്ച് കെട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്നവൾ ചോദിക്കുമ്പോൾ, സൂപ്പർ എന്ന് പറയുമ്പോൾ നിധിയും ഒരു ചിരിയോടെ ആ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. ഇവളുടെ കൈയും ആ വാച്ചും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് ഒന്ന് വന്ദിച്ച് പറഞ്ഞാലോ എന്ന് ചിന്തിച്ചുകൊണ്ട്, അതെ നിധി എന്നവൻ അവളെ വിളിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് എന്താ എന്ന് പറഞ്ഞു നോക്കുമ്പോഴേക്കും, നീ തന്നെ സമ്മാനം കൊടുത്തിട്ട് നീ തന്നെ അതിനെ പുകഴ്ത്തി പറയുന്നു എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ആ വാച്ച് ഊരി വെക്കും. വെറുതെ വേണ്ട എന്നവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്താ പറയാൻ വന്നേ എന്നവൾ ചോദിക്കുമ്പോൾ, അല്ല ആ വാച്ച് കയ്യിൽ ചേരുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു, അതെന്തായാലും മാറിക്കിട്ടി എന്നവൻ പറയുമ്പോൾ അവളും വാച്ചിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. മതി മതി ഇനി നീ വാ തുറക്കരുത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട്, എന്നാ നമുക്ക് പോയാലോ എന്ന് നിധിയോടായി ചോദിക്കുമ്പോൾ, ശരി എന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഓഫീസിലെത്താണ്. അവിടെ വണ്ടി നിർത്തിക്കൊണ്ട് സുധീഷ് നിധിയോടായി, അപ്പൊ നിധി ഓഫീസ് എത്തി, ഫസ്റ്റ് ഡേ ആണ്, ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നിധിയും സുധീഷിനോടായി താങ്ക്സ് പറഞ്ഞുകൊണ്ട്, പിന്നെ ഞാൻ ഇന്റർവ്യൂവിനല്ല പോകുന്നത് ജോലിക്കാ, ഇവിടെ നിന്ന് ഇറങ്ങാൻ വൈകുന്നേരമാവും, അതുകൊണ്ട് ഇവിടെ കറങ്ങി തിരിഞ്ഞു നിൽക്കാതെ അവനവൻ്റെ ജോലി നോക്കണം എന്നവൾ പറയുമ്പോൾ, ശരി ഉത്തരവ് മാഡം എന്നവനും പറയുന്നുണ്ട്. അവളും ഒരു ചിരിയോടെ കാറിൽ നിന്ന് ഇറങ്ങാണ്. അവൾ ഓഫീസിനകത്തേക്ക് കയറി ചെന്ന് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനടുത്തേക്ക് ചെന്ന്, എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ, ഹായ് നിധി ഇന്നാണല്ലേ ഫസ്റ്റ് ഡേ, കൺഗ്രാറ്റ്സ് എന്ന് അവൾ പറയുമ്പോൾ, താങ്ക്സ് എന്ന് നിധിയും ഒരു ചിരിയോടെ പറയാണ്. അവൾ തന്റെ തൊട്ടടുത്തുള്ള ചെയർ കാണിച്ച്, ഇതാണ് നിധിയുടെ ചെയർ, പക്ഷേ ഇവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ, ഇവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാം
എന്നവൾ പറയുമ്പോൾ നിധിയും ഒരു ചിരിയോടെ അത് സമ്മതിക്കുന്നുണ്ട്. കുട്ടി എത്ര നാളായി ഇവിടെ എന്ന് നിധി ചോദിക്കുമ്പോൾ 1 വർഷമായി. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു വർഷം പോയിട്ടൊന്നും അറിഞ്ഞില്ല കേട്ടോ. അത്ര നല്ല അറ്റ്മോസ്ഫിയറാ. ബാഗ് വെച്ചിട്ട് വാ, ഇയാൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്നവൾ പറയുമ്പോൾ സർപ്രൈസോ എന്ന് നിധിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതെ എന്നവൾ പറയുമ്പോൾ നിധിയും ബാഗ് വെച്ച് അവളുടെ കൂടെ പോകുന്നുണ്ട്. അവിടെ ഹാളിൽ നിധിക്കായി കേക്കൊക്കെ വാങ്ങി വെച്ച് അവളെ കൈയടിച്ച് വെൽക്കം ചെയ്യാൻ കാത്തിരിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫുകൾ. വെൽക്കം നിധി, വെൽക്കം. നിധിയെ വെൽക്കം ചെയ്യാനാ ഈ കേക്കൊക്കെ എന്നവർ പറയുമ്പോൾ അവളും അവരുടെ അടുത്തേക്ക് ചെന്ന് താങ്ക് യു സാർ എന്ന് പറയുന്നുണ്ട്. എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സിദ്ധാർത്ഥ് കയറി വരുന്നുണ്ട്. ഓ ഷാർപ്പ് ടൈം എന്നും പറഞ്ഞുകൊണ്ട് MD നിധിയോടായി 1 മിനിറ്റ് എന്നും പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ഗുഡ് മോർണിംഗ് എന്ന് MD പറയുമ്പോൾ ഗുഡ് മോർണിംഗ് മാൻ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ബോർഡ് മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിൻട്രസ്റ്റ് സൈലൻസ് ആയിരുന്നു എന്നവൻ പറയുമ്പോൾ എന്ന് MDയും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആരും പറഞ്ഞിട്ടില്ല. എടാതെ അക്വഡവർ പ്രോജക്റ്റ് എന്നവൻ പറയുമ്പോഴേക്കും MDയും അവനെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിധിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫും അവളോടായി പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ മറ്റൊരു ബോസ് എന്ന്. സിദ്ധാർത്ഥിനെയും കൂട്ടിക്കൊണ്ട് MD നിധിയുടെ അടുത്തേക്ക് വരികയാണ്. സിദ്ധാർത്ഥ് നിധിയുടെ മുഖത്തേക്കും കേക്കിലേക്കും നോക്കിക്കൊണ്ട് ഞാനൊരു നല്ല നേരത്താണല്ലേ വന്നത്, നൈസ് ടു മീറ്റ് യു നിധി എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. നിധിയുടെ പ്രൊഫൈല് എനിക്ക് പ്രദീപ് ഷെയർ ചെയ്തിരുന്നു. ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്. നിങ്ങളെപ്പോലെ ടാലന്റ് ഉള്ളവരെയാ ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യം. എക്സ്പെക്ടിങ് ഗുഡ് തിങ്സ് ഫ്രം യു എന്നവൻ പറയുമ്പോൾ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും MD പ്രദീപും അങ്ങോട്ട് വന്ന് നിധി പരിചയപ്പെട്ടില്ലല്ലോ, ഇത് നമ്മുടെ ഡയറക്ടർ സിദ്ധാർത്ഥ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥും സിദ്ധാർത്ഥ് സരസ്വതി എന്ന് പറഞ്ഞുകൊണ്ട് നിധിയോടായി നിധി ഈ കേക്ക് ഈ ഓഫീസിലെ ഒരാചാര, ആര് വരുമ്പോഴും കേക്ക് കട്ട് ചെയ്താ ഞങ്ങളവരെ വെൽക്കം ചെയ്യുന്നേ. നിധിക്കും ആ ആചാരത്തിൽ പങ്കുചേരാം എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ചെയ്തോളൂ എന്ന് നിധിയോടായി പറയുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്ത് അവർക്കെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിലെത്തിയ നിധിയെ ദിവ്യ മറ്റ് സ്റ്റാഫുകളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തിയ ശേഷം നിധിയോടായി ചെയറിലേക്ക് ഇരുന്നോളൂ എന്ന് ദിവ്യ പറയുന്നുണ്ട്. നിധി ചെന്ന് ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും അച്ഛനെന്ന് സർട്ടിഫിക്കറ്റ് കത്തിച്ച കാര്യമൊക്കെ നിധി പെട്ടെന്ന് ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ദിവ്യയും അങ്ങോട്ട് വന്ന് ലോഗിൻ ID മെയിൽ വന്നിട്ടുണ്ടാവും, ഒന്ന് നോക്ക് എന്ന് പറയുമ്പോഴേക്കും നിധി ഫോൺ എടുത്ത് നോക്കി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ദിവ്യ ഒരു പേപ്പറിൽ പാസ്വേഡുമായി വന്ന് ഇതാ ഈ പാസ്വേഡ് സൂക്ഷിച്ചു വെച്ചോളൂ, ലോഗിൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നിധിയും സന്തോഷത്തോടെ തന്റെ ലാപ്ടോപ്പ് തുറന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോജക്റ്റ് എന്ന ഫോൾഡറിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോജക്റ്റിന്റെയും ഡീറ്റെയിൽസ് ഉണ്ട്, അതൊന്ന് നോക്കിക്കോളൂ എന്നും പറഞ്ഞ് ദിവ്യ അവളുടെ സീറ്റിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷിന്റെ കോൾ നിധിയുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. ഹലോ നികേഷേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഏട്ടത്തി ആദ്യ ദിവസമായിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നല്ല തുടക്കം, ആദ്യ ദിവസമായിട്ട് ഇവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നവൾ പറയുമ്പോൾ ആഹാ അത് കൊള്ളാലോ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇവിടെയുള്ളവരൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവരാ എന്നവൾ പറയുമ്പോൾ അപ്പോൾ പിന്നെ കോളേജിൽ പോകുന്ന പോലെ ജോലിക്ക് പോവാം എന്ന് നികേഷ് പറയാണ്. അപ്പോൾ ഏട്ടത്തി നടക്കട്ടെ, ഞാൻ വെറുതെ വിളിച്ചതാ എന്ന് നികേഷ് പറയുമ്പോൾ ശരിയേട്ടാ എന്ന് പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും സുഭാഷ് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ സുഭാഷ് ഏട്ടാ എന്നവൾ സന്തോഷത്തോടെ വിളിക്കുമ്പോഴേക്കും ഹലോ മോളെ ബുദ്ധിമുട്ടായോ എന്നവനും ചോദിക്കുന്നുണ്ട്. അല്ല ആദ്യത്തെ ദിവസമല്ലേ, അതിന്റെ ടെൻഷനിലൊന്ന് വിളിച്ചതാ, എല്ലാം ഓക്കെ അല്ലേ മോളെ എന്നവൻ ചോദിക്കുമ്പോൾ ആദ്യ ദിവസമല്ലേ, ജോയിനിങ് ഫോർമാലിറ്റി ഒക്കെ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ എന്നവൾ പറയുമ്പോൾ അല്ല എത്ര പേരുണ്ട് അവിടെ എന്നവനും ചോദിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ കമ്പനിയല്ലേ സുഭാഷ് ഏട്ടാ, ആകെ 10-12 പേരേ ഉള്ളൂ എന്നവൾ പറയുമ്പോൾ ശരി മോളെ, എന്നാ പിന്നെ മോളുടെ ജോലി നടക്കട്ടെ, നമുക്ക് വൈകുന്നേരം കാണാം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ശരിയേട്ടാ എന്ന് പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെയും ദിവ്യയാണ് കാണിക്കുന്നത്. ഓഫീസ് ഇഷ്ടപ്പെട്ടോ എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഓപ്പൺ പ്ലേസും കൊള്ളാം, കോഫിയും അടിപൊളി എന്നവൾ പറയുമ്പോൾ അപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണെന്നല്ലേ എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ വെരി മച്ച് എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നിധി ഫോൺ എടുത്ത് 1 മിനിറ്റ് എന്ന് ദിവ്യയോടായി പറഞ്ഞുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് കോൾ എടുക്കുന്നുണ്ട്. ഹലോ എന്തുണ്ട് വിശേഷം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്ത് വിശേഷം, രാവിലെ ഇയാളല്ലേ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല ഓഫീസിലെ ആദ്യ ദിവസമല്ലേ, സ്ഥലവും ആൾക്കാരും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് അവൻ ചോദിക്കുമ്പോൾ അതെല്ലാം സൂപ്പറാ, ജോയിനിങ് ഫോർമാലിറ്റി ഒക്കെ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, മിക്കവാറും ആളുകളെയൊക്കെ ഇപ്പൊ തന്നെ പരിചയപ്പെട്ടു എന്നവൾ പറയുമ്പോൾ ഗുഡ്, വെരി ഗുഡ്. അല്ല എപ്പോഴാ ഓഫീസ് വിടുന്നേ എന്നവന് ചോദിക്കുന്നുണ്ട്. എന്തിനാ എന്നവൾ ചോദിക്കുമ്പോൾ ഒരു 5 മണിയാവൂലേ എന്നവനും ചോദിക്കുന്നുണ്ട്. പിക്ക് ചെയ്യാൻ വരാനാണോ, തനിയെ വന്നോളാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നവൾ പറയുമ്പോൾ ഇന്നൊരു ദിവസം ഞാൻ വരാം, നാളെ മുതൽ ഇയാൾ തനിയെ വന്നോ, റൂട്ട് അറിയണ്ടേ, ഇറങ്ങുന്ന സമയം മാത്രം പറഞ്ഞാൽ മതി എന്നവൻ പറയുമ്പോൾ വേണ്ട, എത്ര നാളിങ്ങനെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും, ഞാൻ വീട്ടിലേക്ക് തനിയെ വന്നോളാം
ഇന്ന് വൈകുന്നേരം ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട പിന്നെ ഞാൻ സത്യമായിട്ടും മിണ്ടൂല എന്നവൾ പറയുമ്പോൾ ആ ശരി ശരി ഇയാൾ ദേഷ്യപ്പെടില്ലേ എങ്കിലേ ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ മതി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ ശരി ഞാൻ വെക്കാണേ എന്നും പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഒത്തില്ല എന്നും പറഞ്ഞ് കാർ ഓടിച്ചു പോകുന്നുണ്ട് സുധീഷ്. പിന്നീട് നിധി ദിവ്യയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്നാണോ എന്നവളും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നിധി പറയുമ്പോൾ ഒറ്റ മോളാണോ എന്ന് ദിവ്യയും ചോദിക്കാണ്. അല്ല എനിക്കൊരു ചേട്ടനുണ്ട് എന്ന് നിധി പറയുമ്പോൾ ഇളയ മോളായോണ്ട് വീട്ടിലെ ചെല്ലക്കുട്ടിയായിരിക്കും അല്ലേ, കോളുകൾ വന്നോണ്ടേയിരിക്കുന്നു എന്ന് ദിവ്യ പറയുമ്പോൾ ആദ്യത്തെ ദിവസമല്ലേ അതിന്റെ ടെൻഷൻ അവർക്ക് എന്ന് നിധിയും പറയുന്നുണ്ട്. സ്വന്തം നാട് എവിടെയാ എന്നവൾ ചോദിക്കുമ്പോൾ തക്കല എന്ന് നിധിയും പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ജോലി ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഹൗസ് വൈഫാ, അച്ഛൻ ബിസിനസ് എന്ന് നിധി പറയുമ്പോൾ ഇവിടെ എവിടെയാ താമസിക്കുന്നേ എന്ന് ദിവ്യയും ചോദിക്കുന്നുണ്ട്. അത് ശാസ്ത്രമംഗലത്തിനടുത്ത് ഒരു റിലേറ്റീവിന്റെ വീടുണ്ട് അവിടെയാ എന്ന് നിധി പറയുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് ദിവ്യയും ചോദിക്കാണ്. ഇല്ല കഴിഞ്ഞിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ അല്ല പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്ന് കരുതരുത് കേട്ടോ, കണ്ടാലറിയാം കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്, കഴിഞ്ഞ വർഷം കോളേജ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് ദിവ്യ പറയുമ്പോൾ നിധിയും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ ഹോസ്റ്റലിലാ താമസം, വീട് തൃശ്ശൂര്, അച്ഛനും അമ്മയും 2 ചേട്ടന്മാരും ഉണ്ട്. വീട്ടിലിപ്പോൾ എല്ലാവരും എൻ്റെ കല്യാണം നോക്കുന്ന തിരക്കിലാ എന്നൊക്കെ ദിവ്യ പറയുമ്പോഴും നിധി അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷ് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കാണ്. അല്ലെങ്കിലും അത് ശരിക്കുള്ള കല്യാണം ആയിരുന്നില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നേ എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് നിധി ഒരു ചിരിയോടെ കോഫി എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നീട് ഓഫീസ് കഴിഞ്ഞ് ദിവ്യയോടൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരികയാണ് നിധി. ബസ് ഇറങ്ങി കുറെ നടക്കണോ നിധിക്ക് എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ 1 കിലോമീറ്റർ ഉണ്ടാവും എന്ന് നിധിയും പറയുന്നുണ്ട്. അയ്യോ 1 കിലോമീറ്റർ ഒക്കെ ടപ്പേന്ന് നടന്നു തീരില്ലേ, വൈകിട്ട് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആകെ ടയേർഡായിരിക്കും, പിന്നെ ബസ് ഇറങ്ങി നടക്കണമെന്നും കൂടി ആലോചിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ക്ഷീണം കൂടും എന്ന് ദിവ്യ പറയുമ്പോൾ നിധിയും ഒരു ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് എതിരെ വന്ന ഒരു സ്ത്രീ അവളുടെ കയ്യിൽ തട്ടി അവളുടെ ബാഗ് പെട്ടെന്ന് താഴേക്ക് വീഴുന്നുണ്ട്. നിധി താഴെ ഇരുന്ന് അത് എടുക്കാൻ നോക്കുമ്പോഴേക്കും ആ സ്ത്രീയും അവിടെ ഇരുന്ന് ബാഗ് എടുത്ത് സഹായിക്കുന്നുണ്ട്. നിധി അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോഴേക്കും അവരും ആ ബാഗ് എടുത്ത് കൊടുത്ത് സോറിയും പറഞ്ഞ് അവിടുന്ന് നടന്ന് നീങ്ങുന്നുണ്ട്. നിധിയും അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് എന്തു പറ്റി എന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. ഹേയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് നിധി ദിവ്യയോടൊപ്പം നടക്കാണ്. അവരെവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ, പക്ഷെ എവിടെയാണ് ഓർമ്മയും കിട്ടുന്നില്ല എന്ന് നിധി മനസ്സിൽ പറയുമ്പോഴേക്കും ദിവ്യയും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നിധിയോടായി പറയുന്നുണ്ട്. ദിവ്യ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് വേറെ ഏതോ ലോകത്താണല്ലോ, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലോടെ എന്താ ചോദിച്ചേ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ എന്ന് ദിവ്യയും ചോദിക്കുന്നുണ്ട്. അല്ല ആ സ്ത്രീയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയാന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്ന് നിധി പറയുമ്പോൾ ആരെ, ആ കൂട്ടിമുട്ടിയ സ്ത്രീയെയോ എന്ന് ദിവ്യയും ചോദിക്കാണ്. അതെ അവരെ തന്നെ, പരിചയമുള്ള ആളല്ല പക്ഷെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ ചിലരുടെ മുഖം അങ്ങനെയാ, നമുക്ക് നേരത്തെ പരിചയമുള്ള പോലെ തോന്നും, ചിലരൊക്കെ എന്നോടും പറയാറുണ്ട് എവിടെയോ കണ്ട പോലെയെന്ന് എന്ന് ദിവ്യ പറയുമ്പോൾ ഒരു ചിരിയോടെ നിധിയും അവളുടെ കൂടെ നടക്കാണ്. പിന്നീട് ബസ് ഇറങ്ങുമ്പോഴേക്കും നികേഷ് അവളെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ഏടത്തി എന്നവൻ വിളിക്കുന്നുണ്ടെങ്കിലും അവളെന്തോ ആലോചനയോടെ നടക്കാണ്. ഏടത്തി ഏടത്തി എന്ന് വിളിച്ച് അവൻ പുറകെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് അവൾ നിൽക്കുന്നുണ്ട്. ആ നീയോ എന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ എത്ര തവണയായി വിളിക്കുന്നു, ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ സോറിഡാ എന്നവളും പറയാണ്. തലക്കകത്ത് വേറെന്തോ ഓടുന്നുണ്ടെന്ന് മനസ്സിലായി എന്ന് നികേഷ് പറയുമ്പോൾ അതേടാ ഞാൻ വേറൊരാളെ പറ്റി ആലോചിക്കായിരുന്നു. അരേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഇന്ന് ഓഫീസിൽ വരുമ്പോൾ ഞാനൊരാളുടെ ദേഹത്ത് തട്ടി, ആ ആളെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല, പക്ഷേ എവിടെയോ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട്, ആ മുഖാണെങ്കിൽ എന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല എന്ന് നിധി പറയുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് നികേഷും ചോദിക്കാണ്. പെണ്ണ്, പക്ഷേ എത്ര ആലോചിച്ചിട്ടും എവിടുന്നാ കണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്നവൾ പറയുമ്പോൾ അത് ശരി, അതാലോചിച്ചിട്ടാണോ ഇങ്ങനെ ലോകം മറന്ന് നടക്കുന്നേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അല്ല ജോലി എങ്ങനെയുണ്ട് എന്നവൻ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, പിന്നെ ആദ്യ ദിവസമല്ലേ ആയുള്ളൂ എന്നവൾ പറയുമ്പോൾ ഇന്ന് കോളേജിൽ ഒരു ഫിലിം ക്ലബ്ബ് ഉണ്ടാക്കി, ഞാൻ ആ സെക്രട്ടറി, എല്ലാ ആഴ്ചയിലും ഒരു സിനിമ കാണിക്കണം, അതാ മെയിൻ പരിപാടി. എല്ലാ ആഴ്ചയും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പ്രിൻസിപ്പാൾ സമ്മതിച്ചില്ല, പിന്നെ സാറ്റർഡേ ആഫ്റ്റർനൂൺ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു എന്നവൻ പറയുമ്പോൾ നിധിയും ഒരു ചിരിയോടെ അതൊക്കെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് നിധിയുടെ മനസ്സിലേക്ക് ആ സ്ത്രീയെ കൂട്ടിമുട്ടിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവരുടെ മുഖം മനസ്സിലോർക്കെ പെട്ടെന്ന് നികേഷിന്റെ അമ്മയുടെ ഫോട്ടോയുടെ കാര്യമാണ് നിധിക്ക് ഓർമ്മ വരുന്നത്. അന്ന് ആ ഫോട്ടോ കണ്ടപ്പോൾ ഇവരെന്തിനാ എന്നെ എടുത്തേ, എന്തിനാ ഇവരുടെ കയ്യിൽ എന്നെ കൊടുത്തേ എന്ന് അച്ഛനോട് നികേഷ് ചോദിക്കുമ്പോൾ നിന്റെ തള്ള പിന്നെ നിന്നെ അല്ലാതെ നാട്ടുകാരുടെ കുഞ്ഞിനെ എടുക്കോ എന്ന് അയാൾ പറയുന്നതൊക്കെ പെട്ടെന്ന് നിധിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു ഞെട്ടലോടെ നികേഷിനെ തന്നെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും